ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയൽ ഫ്ലിക്സ് വോയിസ് ഓവേഴ്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2014 പുറത്തിറങ്ങിയ ഒരു വ്യത്യസ്തമായ ചിത്രത്തെക്കുറിച്ചാണ്. അതൊരു ഇംഗ്ലീഷ് ഫിലിമാണ്. മൂവിയുടെ പേര് ബ്ലഡ് ലേക്ക് ദ അറ്റാക്ക് ഓഫ് ദി കില്ലർ ലാംബ്രേസ്. ഫിഷിന്റെ ഗ്രൂപ്പിൽ പെടുന്നതും ഏകദേശം ഈൽസിനൊക്കെ പോലെ തോന്നിക്കുന്നതായ ഒരു പ്രത്യേകതരം ജീവിയാണ് ലാംബ്രേസ്. ഇനി നമുക്ക് ഒട്ടും വൈകിക്കാതെ നേരെ കഥയിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ശാന്തമായ ഒരു വലിയ തടാകമാണ് കാണിക്കുന്നത്. അവിടേക്ക് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വർക്കർ ആ ലേക്കിലെ പൈപ്പ് ലൈൻ ചെക്ക് ചെയ്യാനായിട്ട് വരുവാണ്. എന്നാൽ ആ തടാകത്തിൽ ഒരുപാട് കില്ലർ ലാംബ്രേസ് ഉള്ളത് അയാൾക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവയെല്ലാം ചേർന്ന് അയാൾ അറ്റാക്ക് ചെയ്ത് വലിച്ചിഴച്ച് ആ തടാകത്തിൽ തന്നെ കൊണ്ടുപോയി കൊല്ലുന്നു. അതേസമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള മൈക്കിളിനെയാണ് കാണിക്കുന്നത്. ആളൊരു വൈൽഡ് ലൈഫ് എംപ്ലോയി ആണ്. വേനൽ അവധിക്കാലം ചിലവിടാനായിട്ട് സ്വന്തം ഫാമിലിയുമായിട്ട് വന്നതാണ് അയാൾ ആ നാട്ടില്. ഭാര്യയും ഒരു മകളും മകനും അടങ്ങുന്ന ഒരു കൊച്ചു സന്തുഷ്ട കുടുംബം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരം അവരുടെ മോൾ അകത്തോട്ട് വരുവാണ്. അവളുടെ പേര് നിക്കോൾ എന്നാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ അവളുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ബീച്ചിൽ പോവാന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അന്നേരം തന്നെ മൈക്കിളിന് അവൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു കോൾ വരും. അവിടെ തൊട്ട് അടുത്തുള്ള ഒരു ഡാമിലെ ടർബൈന് എന്തോ ഒരു കംപ്ലൈന്റ്, അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു വിളിച്ചതാണ്. അപ്പോഴവിടേക്ക് അവരുടെ മകൻ വരുവാണ്. കക്ഷി അന്നേരം ഒത്തിരി ഹാപ്പിയാണ്. എന്താണെന്നോ, കാരണം അവനൊരു വലിയ മീനിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബക്കറ്റിൽ അതിനെ ഇട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മീനിന്റെ മുകളിലായിട്ട് ഒരു ലാംബ്രേ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു പാരസൈറ്റ് പോലെയാണ്. നെക്സ്റ്റ് സീനിൽ ഒരു മധ്യവയസ്കനായ ആള് തന്റെ പെറ്റ് ഡോഗിനൊപ്പം വെള്ളത്തിൽ ചൂണ്ടയിടുവാണ്. എന്നാൽ പെട്ടെന്ന് ആ വെള്ളത്തിൽ ഒരു അനക്കം. അവിടെ നിന്നും ഒരുപാട് കില്ലർ ലാംബ്രേസ് ചാടി വീണ് അയാൾ അറ്റാക്ക് ചെയ്യുന്നു. വളരെ മൃഗീയമായി ആളെ കൊല്ലുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് പേടിച്ച ആ ഡോഗ് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. വീണ്ടും മൈക്കിളിനെ കാണിക്കുവാണ്. അയാൾ തന്റെ മകൻ പിടിച്ച മീനിന്റെ മുകളിലുണ്ടായിരുന്ന ആ ലാംബ്രയെ എടുത്ത് മാറ്റുവാണ്. എന്നാൽ ആ കുട്ടിയാവട്ടെ ആ ലാംബ്രയെ തന്റെ പെറ്റായിട്ട് വീട്ടിൽ വളർത്താനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു. അതിനിടയിലേക്ക് അവരുടെ പുതിയ നൈബർ അവരെ കണ്ട് പരിചയപ്പെടാനായിട്ട് വരുവാണ്. സംസാരത്തിനിടയിൽ നിന്നും ആ ലേഡിക്ക് മൈക്കിള് US വൈൽഡ് ലൈഫിന്റെ എംപ്ലോയി ആണെന്ന് മനസ്സിലായപ്പോൾ തന്നെ കുറച്ച് ദിവസം മുമ്പ് നടന്ന ഒരു കാര്യത്തെ പറ്റി പറയുവാണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരൻ കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. അയാൾ ആ ലേക്കിലുള്ള കില്ലർ ലാംബ്രേസ് കൊന്നെന്ന് അടക്കിയൊരു സംസാരം ആൾക്കാരിടയിലുണ്ട് എന്നൊക്കെ. എന്നാൽ ആ പറഞ്ഞതൊന്നും മൈക്കിളെ വിശ്വസിച്ചില്ല കേട്ടോ. എന്തെന്ന് വെച്ചാല് ഫുഡൊന്നും കിട്ടാത്ത അങ്ങനെയുള്ളൊരു അവസാന ഘട്ടത്തിൽ മാത്രമേ ലാംബ്രേസ് മനുഷ്യരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കൂ എന്ന ഉറച്ച വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. നെക്സ്റ്റ് സീനിൽ ആ കേടായിട്ടുള്ള ടർബൈൻ ചെക്ക് ചെയ്യാനായിട്ട് മൈക്കിള് ആ ഡാമിനടുത്തോട്ട് പോകുവാണ്. അവിടെ മൈക്കിളിന് പുറമെ വേറെ 3 എംപ്ലോയീസ് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരാള് അവനോട് പറയുവാണ്, ഈ ഡാമിലെ ലാംബ്രേസിന്റെ എണ്ണം ഡേ ബൈ ഡേ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെയധികം. അതോടെ തന്നെ ഡാമിനെ മീനുകളുടെ കാര്യം പറയണ്ടല്ലോ, അത് മീനുകളെ കഴിക്കുന്നതുകൊണ്ട് മീനുകളുടെ എണ്ണം നന്നായിട്ട് കുറയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സംസാരിക്കുന്ന നേരം തന്നെ അവിടേക്ക് ആ സിറ്റിയുടെ മേയർ വരികയാണ്. ആളൊരു ക്രൂക്കഡ് മൈൻഡഡ് ആയിട്ടുള്ള ആളാണ്. അയാൾ വന്ന പാടെ ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, ഈ ഡാമിലെ പ്രശ്നം സോൾവ് ആക്കിയാൽ മാത്രം പോരാ, ആ കില്ലർ ലാംബ്രേസിന്റെ വർധനവ് എങ്ങനെയെങ്കിലും തടയാൻ വേണം, അതും ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ. അത് നടന്നില്ലെങ്കിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയും, അതിന്റെ വരുമാനം പരിഗണനയിലാക്കുമെന്നൊക്കെ. എന്നാൽ മൈക്കിൾ അയാളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ പറഞ്ഞത് പറഞ്ഞ സമയത്ത് ചെയ്യണമെന്നും പറഞ്ഞ് മേയർ സ്ഥലം കാലിയാക്കുന്നു. മറ്റൊരു ഭാഗത്ത് വേറൊരു ലേക്കാണ് കാണിക്കുന്നത്. ഒരുപാട് ആളുകൾ, ടൂറിസ്റ്റുകൾ എല്ലാം തന്നെ അവിടെ വെയിൽ കാഞ്ഞും വെള്ളത്തിൽ നീന്തിയും എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മൈക്കിളിന്റെ മകൾ നിക്കോളും ഫ്രണ്ട്സിനൊപ്പം അവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. കൂടെ ആളുടെ മോനും ഉണ്ട് കേട്ടോ. അവൻ ഒരിടത്ത് എങ്ങനെ ഇരിപ്പാണ്. അവിടേക്ക് നമ്മൾ നേരത്തെ കണ്ട ഒരു ഡോഗിലായിരുന്നു ലാംബ്രേസ് കാരണം തന്റെ യജമാനെ നഷ്ടപ്പെട്ട ഒരു ഡോഗ്, അത് അങ്ങോട്ട് വരുവാണ്. അതിനെ കണ്ട ആ ചെക്കനാവട്ടെ അതിനെ കളിപ്പിക്കാൻ നോക്കുന്ന നേരം പെട്ടെന്ന് അത് ആ വെള്ളത്തിനടുത്തേക്ക് ഓടിപ്പോകുവാണ്. പിന്നാലെ ചെക്കനും കൂടെ പോകുന്നുണ്ട്. എന്നാൽ അതിനകത്ത് ഒരുപാട് ലാംബ്രേസ് വെള്ളത്തിലെ മീനുകളെല്ലാം കൊന്നു തിന്നോണ്ടിരിക്കുവാണ്. അതേസമയം തന്നെ വെള്ളത്തിൽ നീന്തി കളിച്ച ശേഷം പുറത്തിറങ്ങിയ നിക്കോളിന്റെ 2 കാലിലും ഒരുപാട് ചോരക്കറ. അത് ആക്രമിക്കപ്പെട്ട ആ മീനുകളുടേതാണ്. അന്നേരമാണ് എല്ലാവരും ആ തടാകത്തിൽ പരന്നിരിക്കുന്ന ചോര ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് ഭയന്നു പോയ ടൂറിസ്റ്റുകളിൽ പലരും തന്നെ ഞൊടിയിടയിൽ സ്ഥലം കാലിയാക്കുന്നു. ഒരുപാട് ഞെട്ടലോടെ വീട്ടിലെത്തിയ നിക്കോൾ ആവട്ടെ നടന്ന കാര്യമൊക്കെ തന്റെ അച്ഛനെ വിളിച്ച് പറയുവാണ്. എന്നാൽ മൈക്കിൾ ആവട്ടെ, അതേ മോളെ നീ പേടിക്കണ്ട, ലാംബ്രേസ് മീനുകളെ മാത്രമേ ഉപദ്രവിക്കുള്ളൂ, മനുഷ്യന്മാരെ ഒന്നും ചെയ്യില്ല, പേടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന മൈക്കിളിന്റെ അസിസ്റ്റന്റ് ആവട്ടെ, ആ ടർബൈൻ ഉണ്ടായിട്ട് കൂടി ലാംബ്രേസിന്റെ പോപ്പുലേഷൻ വളരെയധികം കൂടുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, അത് ഡാമിൽ നിന്നും തടാകത്തിൽ വരെ വന്നിട്ടുണ്ട് എന്ന് പറയുവാണ്. അതുകൊണ്ട് തന്നെ തടാകത്തിൽ ചെക്ക് ചെയ്യാനായിട്ട് ഒരു വർക്കറിനെ അങ്ങോട്ട് അയക്കുവാണ്. എന്നാൽ ആ ലാംബ്രേസ് അയാളെയും അറ്റാക്ക് ചെയ്ത് വളരെ ക്രൂരമായിട്ട് കൊല്ലുവാണ്. ആ സമയത്ത് അവിടെ മൈക്കിളും അസിസ്റ്റന്റും എത്തുന്നുണ്ട്. എന്നാൽ ആ വർക്കർ കൊല്ലപ്പെട്ട കാര്യം മാത്രം അവരറിയുന്നില്ല.
എന്നാൽ അവരന്നേരം മറ്റൊരു കാര്യം കാണുന്നുണ്ട്. ഡാമിന്റെ വോളിൽ കൂടി ലേക്കിലേക്ക് ലാംബ്രേസ് ചാടി ചാടി പോകുന്നു. അവയ്ക്കാവട്ടെ വിശപ്പ് കൂടുന്നത് കൊണ്ടാണ് ഇത്രമാത്രം അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു തരത്തിൽ ഡേഞ്ചർ ആകുന്നത്. അപ്പോഴാണ് ആ വർക്കർ പോയ ആ ഒരു ബോട്ട് കരയ്ക്കടിഞ്ഞത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൽ നിറച്ചും ചോരക്കറയാണ്. എന്തോ അപകട സൂചന അവർക്ക് മണക്കാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് 2 ലാംബ്രേസ് ആ അസിസ്റ്റന്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് മൈക്കിൾ അവിടെ തന്റെ കയ്യിലെ കത്തി കൊണ്ട് അതിനെ ഒരു വിധത്തിൽ തട്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ ആ അസിസ്റ്റന്റിന് ഒരു കോള് വരികയും ചെയ്യുന്നു. ഡാമിൽ ചെക്ക് ചെയ്യാൻ പോയ ആ വർക്കർ മരിച്ചു പോയിരിക്കുന്നുവെന്ന്. ലാംബ്രേസ് എല്ലാം അപകടകാരികളായി മാറിയതിന്റെ ആ ഗൗരവം അപ്പോഴാണ് അവർക്ക് 2 പേർക്കും മനസ്സിലാകുന്നത്. നെക്സ്റ്റ് സീനിൽ ഒരു ലാബിൽ മരിച്ചുപോയ ആ വർക്കറുടെ ബോഡി ഒരു ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്നേരം തന്നെ അപകടം മനസ്സിലാക്കിയ മൈക്കിൾ ഉടൻ തന്നെ ആ ഡോക്ടർക്ക് കോൾ ചെയ്ത് ആ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് മാറാനായിട്ട് പറയുന്നു. കാരണം ആ ശരീരത്തിനകത്ത് ലാംബ്രേസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ എല്ലാം കേൾക്കുന്നതിന് മുൻപേ തന്നെ ആ ഡോക്ടർ ആ ബോഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഭാഗത്തൂടെ ഒരുപാട് ലാംബ്രേസ് പുറത്തു ചാടുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഡോക്ടറെയും അത് വകവരുത്തുവാണ്. എന്നാൽ അവിടെ നടക്കുന്ന എല്ലാം തന്നെ നിസ്സഹായനായി മൈക്കിൾ ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. വേഗം തന്നെ കാറ് പറപ്പിച്ചു വിട്ട് അവർ 2 പേരും ആ സ്പോട്ടിലെത്തുന്നു. ആ ഡോക്ടർ അപ്പോഴത്തേക്കും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ആ ലാംബ്രേസ് എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വാട്ടർ ഹോളിലൂടെ പൈപ്പ് ലൈൻ വഴി കടന്നു കളഞ്ഞിരിക്കുന്നു എന്ന കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അന്നേരം തന്നെ അവിടേക്ക് ആ മേയറും വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം മൈക്കിൾ ആവട്ടെ, ഇനി ഈ ലാംബ്രേസിന്റെ പോപ്പുലേഷൻ തടയാനായിട്ട് എനിക്ക് ഒരാഴ്ചത്തെ കൂടി സമയം തരണം. അതേപോലെ തന്നെ ഈ സിറ്റിയുടെ ഫുൾ വാട്ടർ സിസ്റ്റവും ബ്ലോക്ക് ചെയ്തേ പറ്റൂ. കാരണം ആ ലാംബ്രേസ് പൈപ്പ് ലൈനിലൂടെ വീടുകളിലെത്തുവാണെങ്കിൽ അത് വളരെയധികം അപകടമാകും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവ എങ്ങാനും പൈപ്പ് ലൈൻ വഴി സ്പ്രെഡ് ആവുകയാണെങ്കിൽ ഈ സിറ്റി തന്നെ നശിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റും. മറ്റൊരു കാര്യം കൂടി എനിക്ക് ചെയ്തു തരണം. കുറച്ച് ദിവസത്തേക്ക് ടൂറിസ്റ്റുകളെ ഇത്തരം സ്ഥലത്തുനിന്ന് മാറ്റാനായിട്ട് നോക്കണം എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് മൈക്കിളെ വിഷയത്തിന്റെ ഗൗരവം മേയറിനെ നന്നായിട്ട് ധരിപ്പിക്കുവാണ്. എന്നാൽ സ്വാർത്ഥനായ മേയർ ആവട്ടെ തന്റെ കിമ്പിളെങ്ങാനും മുടങ്ങിയാലോ എന്ന് കരുതി ഒന്നിനും സമ്മതമല്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിന്റെ ഗൗരവം ജനങ്ങൾക്ക് അറിയാനായിട്ട് ന്യൂസ് വഴിയെങ്കിലും അത് ഇൻഫോം ചെയ്യാനായിട്ട് പറഞ്ഞാൽ അതുപോലും അയാൾ വിസമ്മതിക്കുന്നു. എന്നാൽ ഇത് കേട്ട് കലിപ്പായ മൈക്കിൾ ആവട്ടെ പുറത്ത് വന്ന് മൊബൈൽ എടുത്ത് ന്യൂസ് ചാനലുകാർക്ക് വിളിച്ചിട്ട് കാര്യം പറയുന്നു. ജനങ്ങളെ വാൺ ചെയ്യാനായിട്ടും പറയുന്നു. അതനുസരിച്ച് ചാനലുകാരും ആ ന്യൂസ് പ്രക്ഷേപണം ചെയ്യുവാണ്. ഇത് കാണുന്ന മേയർക്ക് മൈക്കിളിനോട് ഒരുപാട് ദേഷ്യം തോന്നുന്നു. വീട്ടിലെത്തിയ മൈക്കിൾ നമുക്കിവിടെ നിന്നും വേഗം പോയേ പറ്റൂ എന്ന വൈഫിനോട് പറയുവാണ്. അതുമാത്രമല്ല നമ്മുടെ മോൻ വളർത്തുന്ന ആ ലാംബ്രേനെ എത്രയും പെട്ടെന്ന് കൊല്ലണം. എന്നാൽ ഇത് കേട്ട് അവന്റെ മകനാവട്ടെ അതിനൊളിപ്പിച്ചു വെക്കുന്നു. എന്നിട്ട് അച്ഛനോട് ഞാൻ അതിനെ എപ്പോഴേ കളഞ്ഞല്ലോ എന്ന് കള്ളം പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മൈക്കിൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് നേരെ മോളുടെ റൂമിലോട്ട് പോകുവാണ്. അവിടാണെങ്കിൽ മോളുടെ കൂടെ അവളുടെ ബോയ് ഫ്രണ്ടും ഉണ്ട്. ഏതൊരച്ഛനെയും പോലെ അത് കണ്ട് അയാൾക്കും ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം അവനോട് പുറത്തു പോകാൻ പറയുന്നു. ഒപ്പം തന്നെ മോളോടൊക്കെ പാക്ക് ചെയ്ത് വേഗം റെഡി ആവണം, എന്നിട്ട് ഈ സിറ്റി വിട്ട് പോകണം എന്നൊക്കെ പറയുവാണ്. എന്നാൽ ആ പുട്ടി പെണ്ണാവട്ടെ തന്റെ ഫ്രണ്ടിന്റെ അടുത്തുനിന്നും അവളെ മാറ്റാനായിട്ട് അച്ഛൻ ഡ്രാമ കളിക്കുകയെന്ന് കരുതി ആകെ ദേഷ്യപ്പെടുന്നു. അതും പറഞ്ഞിട്ട് അപ്പൊ തന്നെ തന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുവാണ്, ഇനിയിപ്പോ ഈ ഭൂമി ഇടിഞ്ഞു വീണാലും ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോണില്ലെന്ന്. അന്നേരം തന്നെ ആ ഫ്രണ്ടിന്റെ ഫോണിൽ ഒരു ലേഡി കോൾ ചെയ്യുന്നു. എടുത്ത് സംസാരിച്ചാൽ ആ ലേഡിയുടെ വീട്ടിലെ പൂള് വൃത്തിയാക്കാൻ വരുമെന്ന് ചോദിച്ചു വിളിച്ചതാണ്. ഇത് കേട്ട ആ പയ്യന് ഒരു ഐഡിയ തോന്നുവാണ്. അവൻ വേഗം തന്നെ നിക്കോളിനെ വിളിച്ച് അവന്റെ കൂടെ പൂള് വൃത്തിയാക്കാനായിട്ട് കമ്പനിക്ക് അവളോടും കൂടെ വരാൻ പറയുവാണ്. അങ്ങനെ രണ്ടാളും നേരെ അങ്ങോട്ട് തന്നെ പോകുന്നു. അവിടെ ചെന്നാൽ ആ ലേഡിയെ അവിടെ എങ്ങും കാണാനില്ല. ഇതെന്തായാലും നല്ല ചാൻസ് ആണല്ലോ എന്ന് കരുതി രണ്ടാളും പൂളിൽ ഇറങ്ങി എൻജോയ് ചെയ്യുവാണ്. എന്നാൽ പെട്ടെന്ന് അവർ ആ കാഴ്ച കാണുന്നു. ആ ലേഡി പൂളിൽ മരിച്ചു കിടക്കുവാണ്. വായിൽ നിന്ന് വരെ ലാംബ്രേസ് പുറത്തു വരുന്നുണ്ട്. അവരുടെ കണ്ണിന് മുമ്പിൽ വെച്ച് തന്നെ ആ ജന്തുക്കൾ അവളെ കൊന്നു തിന്നുന്നു. പേടിച്ചു പോയ നിക്കോള് അലറി വിളിക്കുന്നു. അതേ സ്ഥലത്തേക്ക് അവളുടെ അമ്മ കൂടി വരുന്നുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പോലീസിനെ വിളിച്ച് കാര്യം പറയുന്നു. അതേസമയം നെക്സ്റ്റ് സീനിൽ മൈക്കിൾ തന്റെ അസിസ്റ്റന്റിന്റെ കൂടെ ആ ഡാമിനകത്ത് ചെന്ന് കുറച്ച് ചത്ത ലാംബ്രേസിനെ എടുത്ത് വെള്ളത്തിലിടുവാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നല്ലേ, ചത്ത ലാംബ്രേസ് ഉള്ള ഭാഗത്തേക്ക് ജീവനുള്ളവ വരില്ല. അത് തന്നെ കാരണം. ഇങ്ങനെ ചെയ്താൽ എല്ലാ ലാംബ്രേസിനെയും ഒരിടത്ത് ഗ്രൂപ്പ് ചെയ്ത് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിന്റെയും കഥ കഴിയും. അതാണ് മൂപ്പരുടെ പ്ലാൻ. എന്നാൽ അവിടേക്ക് കലി പൂണ്ടിട്ട് ആ മേയർ വരുവാണ്. എന്നിട്ട് മര്യാദയ്ക്ക് ഈ സിറ്റി വിട്ട് പൊക്കോണമെന്ന് പറയുന്നു. കാരണം ഞാൻ എപ്പോഴേ നിന്റെ ഹെഡിനെ വിളിച്ച് നിന്നെ ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്ന് ധാർഷ്ട്യത്തിൽ പറയുവാണ്. താൻ പറഞ്ഞതുപോലെ തന്റെ അസിസ്റ്റൻസ് എല്ലാം ചെയ്യുമെന്ന വിശ്വാസത്തോടെ അവൻ അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോകുവാണ്. അങ്ങനെ പോകുന്ന നേരം വൈഫിനൊരു വോയിസ് മെസ്സേജ് ചെയ്യുന്നു. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അതുകൊണ്ട് ഞാനും ഈ സിറ്റി വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാണ്. ഇങ്ങനെ പറയാൻ കാരണം അവൻ വിചാരിച്ചിരിക്കുന്നത് അവൻ പറഞ്ഞതനുസരിച്ചിട്ട് അവന്റെ ഫാമിലി മുഴുവൻ ഈ സിറ്റി വിട്ട് നേരത്തെ പോയെന്ന് കരുതിയിട്ടാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ അസിസ്റ്റന്റ് കോൾ
ചെയ്യുവാണ്. ഇപ്പോൾ ആ ലാംബ്രേസ് എല്ലാം സിറ്റിയുടെ നടുക്കിലുള്ള ലേക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ സ്പ്രെഡ് ആകുന്നു. നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ എന്ന് ചോദിക്കുന്നു. അതേസമയം മൈക്കിൾ അവിടെ ഓക്കെ എന്നും പറഞ്ഞ് വണ്ടി തിരിച്ച് ആ ഒരു സ്പോട്ടിലോട്ട് പോകുവാണ്. അതേസമയം തന്നെ മറ്റൊരിടത്ത് ആ ലേക്കിന് സമീപത്ത് മൈക്കിളിന്റെ മോൻ ഒരു ബക്കറ്റിൽ ആ ലാംബ്രേനെ എടുത്ത് നടന്നു പോകുവാണ്. അച്ഛൻ കൊല്ലാൻ പറഞ്ഞ ആ ലാംബ്രേനെ എങ്ങനെയെങ്കിലും ജീവനോടെ ആ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നാൽ അവിടെയാണെങ്കിൽ ഒരുപാട് ഡെഡ് ബോഡീസ് കിടക്കുന്നു. അവരുടെയൊക്കെ മുഖം തുറന്ന് ലാംബ്രേസ് പുറത്തു വരുന്നത് കണ്ട് അവൻ പേടിച്ചട വീഴുവാണ്. അതേസമയം അവൻ പെറ്റായി വളർത്തിയ ആ ഒരു ലാംബ്രേ തന്നെ അവന്റെ പുറത്തു വന്ന് കടിക്കുന്നു. അവിടെ ആ ഡോഗ് ഉണ്ടായിരുന്നു. അത് വന്ന് അവനെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവൻ തന്നെ ഓവർകോട്ട് ഊരി ആ ഒരു ബോഡിയുടെ മുഖം മറയ്ക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകുവാണ്. അതേസമയം മൈക്കിൾ വീണ്ടും ന്യൂസിലൂടെ ആളുകളെ വാൺ ചെയ്യുവാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർ അവരുടെ ജീവനും കൊണ്ട് സിറ്റി വിട്ടു പോകാനായിട്ട് നോക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ലാംബ്രേസ് ആ സിറ്റി മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ അത് ആളുകളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. തിരികെ വീട്ടിലെത്തിയ മൈക്കിളിന്റെ മോനാവട്ടെ വാഷ്റൂമിൽ കയറിയ ടോയ്ലറ്റ് ഹോളിലൂടെയും ടാപ്പിലൂടെയും എല്ലാം ലാംബ്രേസ് പുറത്തു വരുവാണ്. പേടിച്ചു പോയ ആ കൊച്ചുകുട്ടി അവിടെ അവിടെ നിന്നും ഓടിപ്പോയിട്ട് കണ്ട ഒരു സ്റ്റോർ റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു. അതേസമയം ആ മേയറിനെ കാണിക്കുമ്പോൾ മൂപ്പര് ടോയ്ലറ്റിൽ അങ്ങനെ എൻജോയ് ചെയ്ത് ബുക്കൊക്കെ വായിച്ചിട്ടിരിപ്പാണ്. പെട്ടെന്ന് ടോയ്ലറ്റിനുള്ളിലൂടെ വന്ന ലാംബ്രേസ് അയാളെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതേസമയം മറ്റൊരിടത്ത് മൈക്കിളിന്റെ അസിസ്റ്റന്റ് മറ്റൊരു ഫീമെയിൽ അസിസ്റ്റന്റിനെ കോൾ ചെയ്യുന്നു. അവള് ലാംബ്രേസിന്റെ പോപ്പുലേഷൻ അടുത്തുള്ള ലേക്കിൽ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പോയതാണ്. എന്നാൽ അവിടെ മുഴുവൻ സ്പ്രെഡ് ആയിരുന്ന ജന്തുക്കൾ അവളുടെ ജീപ്പിലേക്ക് വരെ കയറാൻ തുടങ്ങുന്നു. അവളെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് മനസ്സിലാക്കിയ ആ ഒരു മൈക്കിളും അസിസ്റ്റന്റും അങ്ങോട്ട് തന്നെ ചെല്ലുവാണ്. എന്നാൽ അപ്പോഴേക്കും ആയിരക്കണക്കിന് ലാംബ്രേസ് ആ പെണ്ണിന്റെ കഥ കഴിച്ചിരുന്നു. വളരെയധികം സാഡായിട്ട് അവർ അവിടെ നിന്നും പോകുന്നു. അതേസമയം നിക്കോളിനെ കാണിക്കുമ്പോൾ അവൾ കോൾ ചെയ്ത പോലീസ് ടീം അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ അടുത്ത് ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ആ ഓഫീസറിനെയും ആ ലാംബ്രേസ് കൊല്ലുവാണ്. അത് കണ്ട് പേടിച്ച് ബാക്കിയുള്ള മൂന്നാളും അവിടുത്തെ പുറത്തോട്ട് ഓടുന്നു. എന്നിട്ട് നേരെ വീട്ടിൽ വന്ന് നിക്കോളിന്റെ അനിയനെ തിരയുവാണ്. എന്നാൽ നിക്കോളിന്റെ ബോയ് ഫ്രണ്ട് ആവട്ടെ അവന്റെ ഫാമിലിക്ക് ഇനി എന്തെങ്കിലും പറ്റിയോ ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയാനായിട്ട് അവിടെ നിന്നും പോകുന്നു. വീട്ടിനകത്തെത്തിയ നിക്കോൾ ആവട്ടെ കൂടെ ഉണ്ടായിരുന്ന അമ്മ എവിടെ പോയെന്ന് നോക്കിയാൽ ആള് വാഷ്റൂമിനകത്ത് ട്രാപ്പ് ആയത് കാണുന്നു. ചുറ്റും ലാംബ്രേസ് ആണ്. എന്നാൽ ഫുൾ ധൈര്യത്തോടെ നിക്കോൾ തന്നെ അമ്മയെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നു. അകത്ത് അനിയനെ കാണാത്തോണ്ട് അമ്മയെയും കൂട്ടി നിക്കോൾ പുറത്തോട്ട് ഓടുവാണ്. എന്നാൽ ആ ചെക്കിനകത്ത് സ്റ്റോർ റൂമിലുള്ള കാര്യം അവർക്ക് മാത്രം അറിയില്ലായിരുന്നു. എന്നാൽ പുറത്തെത്തിയ പാടെ ആ അമ്മയാവട്ടെ തന്റെ മകളെ സേഫ് ആയിട്ട് ഒരു സ്റ്റോറേജ് റൂമിൽ അടച്ചു വെച്ചിട്ട് നേരെ മോനെ നോക്കിയിട്ട് ബീച്ചിനടുത്തേക്ക് പോകുവാണ്. മറ്റൊരിടത്ത് മൈക്കിളും അവന്റെ അസിസ്റ്റന്റും സിറ്റിയുടെ കംപ്ലീറ്റ് മാപ്പ് കിട്ടാനായിട്ട് മേയറുടെ വീട്ടിലെത്തുന്നുണ്ട്. അതേസമയം ബീച്ചിലെത്തിയ ആ അമ്മ തന്റെ മകന്റെ ഷർട്ട് ഒരു ഡെഡ് ബോഡിയുടെ മുകളിൽ കണ്ടിട്ട് ആകെ തളർന്നു പോകുവാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലാംബ്രേസ് അവളെ ആക്രമിക്കാനായിട്ട് കൂട്ടം കൂടി വരുന്നു. എന്നാൽ അവളാവട്ടെ അവിടെ ടൂറിസ്റ്റുകാർ ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന അവിടെ ഇരുന്ന പെട്രോളും അതുപോലെ തന്നെ തീപ്പെട്ടിയും എടുത്ത് അവിടെ എല്ലാത്തിനെയും ഒഴിച്ച് കത്തിച്ചു കളയുവാണ്. എന്നിട്ട് മകനെ കാണാത്തോണ്ട് ഒരുപാട് പൊട്ടിക്കരയുന്നു. അന്നേരം മൈക്കിളും കൂട്ടാളിയും മേയറുടെ വീട്ടിനകത്ത് ഒരുപാട് ലാംബ്രേസിനിടയിൽ ട്രാപ്പ് ആകുന്നുണ്ട്. അതിലൊരെണ്ണം ഹീറോയെ കടിക്കുന്നുമുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തോട്ട് വരുവാണ്. അപ്പോഴാണ് അടുത്ത പ്രശ്നം. നിക്കോൾ ഇരുന്ന റൂം തകർത്ത് ഒരുപാട് ലാംബ്രേസ് അകത്ത് കയറുന്നു. എന്നാൽ അടുത്ത് കിടരുന്ന കട്ടർ ഉപയോഗിച്ച് അവൾ എല്ലാത്തിനെയും കൊന്നൊടുക്കുന്നു. എന്നിട്ട് ഒരു വിധത്തിൽ പുറത്തു വരുവാണ്. അന്നേരത്തേക്ക് അവളുടെ അമ്മയും അവിടെ എത്തിയിരുന്നു. മോനെ കാണാത്ത കാര്യം സങ്കടത്തോടെ ആ അമ്മ പറയുവാണ്. എന്നാൽ അപ്പോഴേക്കും അവർക്ക് ചുറ്റിലും ഒരുപാട് ലാംബ്രേസ് വളഞ്ഞിരുന്നു. സകല ധൈര്യവും കയ്യിലെടുത്ത് ഒട്ടും വൈകിക്കാതെ കയ്യിലെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിനെ എല്ലാം അവർ ചുട്ടിരിക്കുന്നു. അവിടേക്ക് മൈക്കിളും വരുന്നു. എന്നാൽ ഈ ശബ്ദമൊക്കെ കേട്ടുകൊണ്ടിരുന്ന മൈക്കിളിന്റെ മകനാവട്ടെ തന്റെ കണ്ണട കൊണ്ട് സൂത്രത്തിൽ വെളിച്ചം മൈക്കിളിന്റെ കൂട്ടുകാരന്റെ കണ്ണിലേക്ക് അടുപ്പിക്കുന്നു. അവന് മോൻ എവിടാന്ന് മനസ്സിലായിട്ടുണ്ട്. അവിടേക്ക് നിക്കോളിന്റെ ബോയ് ഫ്രണ്ടും വരുന്നുണ്ട്. അവന്റെ ഫാമിലി സിറ്റി വിട്ട് പോയിരിക്കുന്നു. അതായത് അവരും സേഫ്. അങ്ങനെ എല്ലാവരും കൂടെ മൈക്കിളിന്റെ മകനെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ ജീപ്പിൽ കയറി നേരെ സിറ്റിയുടെ ഇലക്ട്രിസിറ്റി ഏരിയയിലേക്ക് പോകുവാണ്. ഓൺ ദ വേ മൈക്കിൾ തന്റെ മാസ്റ്റർ പ്ലാൻ പറയുന്നുണ്ട്. നമ്മൾ എല്ലാ ലാംബ്രേസിനെയും ചത്ത ലാംബ്രേസിന്റെ ലിവർ വെച്ച് അട്രാക്ട് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. കാരണം ലാംബ്രേസിന്റെ ലിവറിൽ ബയോസോൾട്ട് ഉണ്ട്. അത് കാരണമാണ് ജീവനുള്ളവ അതിൽ അട്രാക്റ്റഡ് ആകുന്നത്. അങ്ങനെ എല്ലാം ഒരിടത്ത് വരുവാണെങ്കിൽ അവിടെ വെച്ച് ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് എല്ലാത്തിനെയും ഇല്ലാതാക്കണം. അങ്ങനെ എല്ലാവരും കൂടെ ചത്ത ലാംബ്രേസിന്റെ ലിവറൊക്കെ കളക്ട് ചെയ്ത് അത് വെള്ളത്തിന്റെ ഒരു ഭാഗത്ത് ഇടുന്നു. അതേസമയം നിക്കോളും ബോയ് ഫ്രണ്ടും അമ്മയും കൂടെ ആ മെയിൻ സ്വിച്ച് ഉള്ള സ്ഥലത്തേക്ക് പോകുവാണ്. എന്നാൽ അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. ലിവർ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനെയും ഒരിടത്ത് ഗ്യാദർ ചെയ്യുക എന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഇനിയും ലിവർ കിട്ടണം. എന്നാൽ ഇത് കേട്ട ആ അസിസ്റ്റന്റ് ആവട്ടെ ലാംബ്രേസിന്റെ അടുത്തോട്ട് പോകുവാണ്. അതാവുമ്പോൾ എല്ലാവരും കൂടെ ഒരിടത്ത് വരുമല്ലോ. എന്നാൽ തന്റെ ഫ്രണ്ട് സ്വയം സാക്രിഫൈസ് ആകാൻ പോകുന്നത് കണ്ട് മൈക്കിൾ അവനെ തടയുവാണ്. എന്നാൽ
എന്നാൽ അവരെ കൊണ്ട് ഒന്നും തന്നെ കഴിഞ്ഞില്ല. ലാംബ്രേസ് എല്ലാം തന്നെ അപ്പോഴേക്കും ആ അസിസ്റ്റന്റിനെ കഴിക്കാനായിട്ട് കൂട്ടമായിട്ട് അവിടേക്ക് വന്നിരുന്നു. അന്നേരം തന്നെ മെയിൻ സ്വിച്ച് ഓൺ ആക്കുകയും ചെയ്തു. ആ ഇലക്ട്രിക് ഷോക്കിൽപ്പെട്ട് എല്ലാ ലാംബ്രേസും ചത്തുപോയിരിക്കുന്നു. അങ്ങനെ ഒരു സിറ്റിയെ രക്ഷിക്കാനായിട്ട് ആ അസിസ്റ്റന്റ് തന്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്തു. അങ്ങനെ അടുത്ത സീനിൽ ആ സിറ്റി വിട്ട് ഹീറോ തന്റെ ഫാമിലിയുമായിട്ട് കാറിൽ പോകുന്നത് കാണിച്ച് ഈ സിനിമ അവസാനിക്കുന്നു.